ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചിക്കൻ വെച്ചിട്ട് ട്ടോ. നമുക്ക് റമളാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാനും പറ്റും. ഒരു 2 മാസം വരെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് പൊരിക്കാനും പറ്റും. അതെങ്ങനെയാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 6 വലിയ സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇതൊരു കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉള്ളിൻ്റെ അളവും കുറയ്ക്കണം കേട്ടോ. ഞാനൊരു കിലോ ചിക്കനിലാണ് ചെയ്യണത്. എന്നിട്ട് ഇതാ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഒരുപാട് അങ്ങ് വഴറ്റി ബ്രൗൺ കളർ ആവുക അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ദാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടി കേട്ടോ. അത് കണ്ടില്ലേ, ഒരുപാട് അങ്ങ് ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടൊന്നുമില്ല, ആ ഒരു രീതിയിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം. ഒരു മിനിറ്റോളം അതൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് എരിവുള്ള ഒരു സ്നാക്കാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഗരം മസാല വേണം, 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, അതും 1 ടേബിൾ സ്പൂൺ. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതൊരു 1/2 ടേബിൾ സ്പൂൺ. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഈ ഉള്ളിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിക്ക് മാത്രം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആ പൊടികളൊക്കെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം കേട്ടോ. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളിക്ക് വേണ്ടി ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ചിക്കനാണ്, അത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചതാണ്. ഇനി ആ ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് വരണം. തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്രേവിയിലുള്ള എല്ലാ സ്പൈസസും നമ്മൾ ഈ ഒരു ചിക്കനിലേക്കും കൂടി ആയി കിട്ടണം. അതിനാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞത്. 1-2 മിനിറ്റ് സമയം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. അന്നേരം തന്നെ നമുക്ക് ആ ഒരു എല്ലാ ഒരു ഫ്ലേവറും ഈ ഒരു ചിക്കനിലേക്ക് വന്നോളും. ഇനി നിങ്ങൾക്ക് ചിക്കൻ ഇങ്ങനെ വേവിക്കേണ്ടെന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് കറിയിൽ നിന്ന് എടുത്തിട്ട് ഇടുകയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് അളവിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന്, ഫ്ലേവർ എത്രത്തോളം ഇഷ്ടമാണ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിന് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റ് ഈ ഒരു കുരുമുളകും മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ആ ഒരു ചൂട് തന്നെ മതി, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്താൽ നമുക്കിനി ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ മാവാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 5 കപ്പ് പൊടിക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു 5 കപ്പ് മൈദപ്പൊടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു 2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ചേർക്കുക. ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 1.5 കപ്പോളം പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെയാണ്. സ്റ്റിക്കി പാകമൊന്നുമല്ല കേട്ടോ, ഒട്ടാത്ത പാകത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഈസ്റ്റ് ചേർത്തെന്ന് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ്, പക്ഷേ കയ്യിൽ ഒട്ടുന്ന ഭാഗം ആവാൻ പാടില്ല കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല. ഇനി ഇതിൽ നിന്ന് ചെറിയ ഒരു പൂരിൻ്റെ സൈസിലുള്ള ഉരുളയാണ് എടുക്കേണ്ടത്. നമ്മൾ ചെറിയ പൂരി ഉണ്ടാക്കൂലേ, ആ ഒരു വലുപ്പത്തിലുള്ള ഉരുളെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഇതിനൊന്ന് പരത്തി എടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ചെറിയ ചെറിയ ഉരുളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇനി നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് തന്നെയാണ് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് അങ്ങ് നൈസല്ല, എന്നാലും നമ്മൾ പൂരിനെക്കാട്ടിലും കുറച്ചും കൂടെ നൈസായിട്ട് പരത്തിയെടുക്കുക. അതാ നല്ല നൈസായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഫില്ലിംഗ് ആണിത്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുള്ളൊരു സ്നാക്കുമാണ് കേട്ടത്. നല്ല സ്പൈസിയാണ്, നല്ല എരിവിൽ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. പിന്നെ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിൽ ചോദിക്കലുണ്ട്, ചീസ് ഇല്ലാത്ത ഐറ്റംസ് കാണിക്കണമെന്നുള്ള കേട്ടോ. 2-3 ആൾ, ഒരുപാട് പേരല്ല, 2-3 പേര് ചോദിച്ചു ഇങ്ങനെ ചീസ് ഇല്ലാത്തത് കാണിക്കണമെന്നുള്ള. ചീസ് അവരൊന്നും അങ്ങനെ വാങ്ങിക്കലില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവർക്ക് കിട്ടാനും കുറച്ച് പണിയാണ്, സൂപ്പർ മാർക്കറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് കാണിക്കുമ്പോഴും അതിൽ ഓപ്ഷനാണ് ചീസ് എന്ന് പറയലുണ്ട്. ചില ഐറ്റംസിൽ ചീസ് നിർബന്ധമായിരിക്കും, ചിലതൊക്കെ ഞാൻ ചേർക്കുമ്പോൾ തന്നെ പറയലുണ്ട് ചീസ് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണ്ട എന്നുള്ളത്.
ഇനിയിപ്പോൾ അതൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് വെള്ളം തൊട്ട് കൊടുത്തിട്ടുണ്ട് സൈഡൊക്കെ. ഇനി രണ്ട് ഭാഗം ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് മുറിച്ചെടുക്കുക. നമ്മൾ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ബോക്സ് രീതിയിൽ നീളത്തിൽ. ഇത് വേണ്ടില്ല, ഇങ്ങനെയാണ് വേണ്ടിയത്, റോളല്ല, ഇങ്ങനെ ഈ ഒരു രീതിയിൽ കേട്ടോ. നല്ല കാണാനും നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇതാണ് സിപ്പപ്പ് കേട്ടോ. അപ്പോൾ ചിക്കൻ സിപ്പപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ആ ഒരു സിപ്പപ്പിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ ആക്കിയെടുത്ത്. പിന്നെ നമ്മൾ സൈഡിലൊക്കെ വെള്ളം തൊട്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടി വന്നോളൂ കേട്ടോ. അതൊന്നും പൊട്ടിപ്പോരുക അല്ലെങ്കിൽ നമ്മൾ ഈ വെച്ചതൊന്നും കൊണ്ട് പോരുകയോ ചെയ്യൂല, അതിനാണ് നമ്മൾ വെള്ളം തൊട്ട് കൊടുത്തത്. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു 2-3 ട്രേ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റത്തെ മാത്രമാണ് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ ഇതിനൊരു മാവ് വേണം. അപ്പോൾ അതൊരു അരക്കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു നുള്ളു ഉപ്പും, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടല്ലാണ്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. തീരെ കട്ടല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതിനെ ലൂസാക്കി എടുക്കുക കേട്ടോ. ഒരു ലൂസ് ബാറ്ററാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് കട്ടി ഉണ്ടാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഇതാ ഈ ഒരു ഭാഗം കേട്ടോ, ഇങ്ങനെ മതി. ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ റമദാൻ ആകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കുറേ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ റോസ്റ്റഡ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത് കേട്ടോ, എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ആ ഒരു മൈദപ്പൊടീൻ്റെ ബാറ്ററിലൊന്ന് ജസ്റ്റ് മുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസും ഇത് മുക്കിയെടുക്കുക. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്, മറ്റേ ഈ ബ്രെഡ് ക്രംസ് റോസ്റ്റഡ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ, ഫ്രഷ് എടുത്താൽ പോരെ എന്നുള്ള. അത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾ ഫ്രഷ് ബ്രെഡ് പൊടിച്ചിട്ട് റോസ്റ്റ് ചെയ്യാണ്ട് അതിൽ കവർ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്ന പോലത്തെ ക്രിസ്പിനെസ് അതിന് കിട്ടൂല. ഉണ്ടാക്കിയ ഉടനെ ചെറുതായിട്ടൊരു ക്രിസ്പി ഉണ്ടാവും. പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അതൊന്ന് ചൂട് അതിമൊന്ന് വിടുമ്പോഴത്തേക്ക് അതിനൊരു പതാണ് വരിക. പിന്നെ അതിന് ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. അതിന് വേണ്ടിയിട്ടാണ്, ഒരുപാട് നേരം ക്രിസ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിയിൽ എല്ലാം ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ട്രേയിൽ ഇങ്ങനെ ഒന്നൊന്നിനോട് തൊടാത്ത രീതിയിൽ ഇങ്ങനെ വിട്ട് വെച്ചിട്ട് ഫ്രീസ് ചെയ്യുക കേട്ടോ. ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇത്. ഇതിപ്പോൾ ഞാനൊരു 2-3 മണിക്കൂറോളം ഫ്രീസ് ചെയ്ത് എടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കാണിച്ചു തരാം, നന്നായിട്ട് ഫ്രീസ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ കിട്ടില്ല, ഇങ്ങനെ ഓരോന്നോരോന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിത് ഫ്രീസറിന് പിന്നെ എടുത്തതിന് ശേഷം നമ്മളിത് കവറിലോ ബോക്സിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ആ സ്പോട്ടിൽ നിങ്ങൾക്ക് കവറിന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. തിരിച്ച് അതേപോലെ തന്നെ ഫ്രീസറിലേക്ക് വെക്കാനും പറ്റും കേട്ടോ. ഇങ്ങനെ നല്ല ഐസായതിന് ശേഷമാണ് നമ്മളത് കവറിലോ പാത്രത്തിലോ മാറ്റേണ്ടത്. എല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഓരോ സമയത്ത് എടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം മുന്നേ എടുത്ത് പുറത്ത് വെക്കേണ്ടി വരും. എല്ലാത്തിൻ്റെയും ആ ഒരു തണുപ്പ് വിടുന്ന വരെ വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്ത് മാറ്റി പിന്നെ നമ്മളത് ഐസാക്കും, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടില്ല, നമുക്ക് ആവശ്യത്തിന് ഓരോന്നോരോന്നായിട്ട് തന്നെ എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഞാനിവിടെ സിബ്ലോക്കിൻ്റെ കവറിലാണ് ചെയ്യുന്നത് കേട്ടോ, വെച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ കവറാണ് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. നമുക്ക് ഫ്രീസറിൽ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് കിട്ടും, സ്ഥലം പിന്നെയും ബാക്കി ഉണ്ടാവും കവറിലാണെങ്കിൽ. പാത്രങ്ങൾ വെക്കുന്ന നേരം ഫ്രീസർ വേഗം ഫുള്ളായി പോകും. അപ്പോൾ അത് ഞാനെല്ലാം കവറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് തന്നെ വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ പൊരിക്കുന്നത് കാണിച്ചു തരാം. തീ ഒരുപാട് അങ്ങ് കുറച്ച് വെക്കാനോ കൂട്ടി വെക്കാനോ പോകരുത്. ഒരു മീഡിയം തീയിലിട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ആ ഒരു പുറമേയുള്ള ആ ഒരു മാവാണ് നമുക്കൊന്ന് വെന്ത് കിട്ടേണ്ടത്. എന്നിട്ട് മീഡിയം തീയിലിട്ടിട്ട് 2 ഭാഗവും നല്ല ഗോൾഡൻ കളർ ആകണ വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഉള്ളിലുള്ള മസാല വെന്തതാണ്, പക്ഷെ പുറമേയുള്ള കോട്ടിങ് നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് ടൈം കൊടുത്തിട്ട് ഓരോ ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നല്ല ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം തീയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതിനെ തീരെ എണ്ണ കുടിക്കുക ഒന്നും ചെയ്യൂല കേട്ടോ. ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്, അടിപൊളിയാണ്. പിന്നെ ഒരുപാട് നേരം ഇത് വെച്ചാലും ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് അതേപോലെ തന്നെ നിൽക്കും കേട്ടോ. അതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോവില്ല, ഒരുപാട് നേരം അങ്ങനെ തന്നെ നിന്നോളും. അപ്പോൾ ഇത് കണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള നമ്മളെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ചീസൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, ഫ്രീസ് ചെയ്യാനും പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നമുക്ക് വേണ്ടി ദ്വാരക്കണം, ദ്വാരൊക്കെ ഉൾപ്പെടുത്തണം. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാരക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.